ഈ കോവിഡിന്റെ സമയത്ത് ഇ കൊമേഴ്സ് രംഗത്തേക്ക് ഒരുപാട് ഫോക്കസ് ചെയ്യപ്പെട്ടൊരു കാലഘട്ടമായിരുന്നു. അത് ഓർഡർ ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ ഒരു പുതിയ എന്റർപ്രണേഴ്സ് ഈ മേഖലയിലേക്ക് വലതുകാൽ വെക്കുന്നതൊക്കെ ആ ഒരു സമയത്തായിരുന്നു. എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ പേഴ്സണലായിട്ട് അടുത്തറിയാവുന്ന ഗീതാസ് ഹോം ടു ഹോം, ഗീതയും സലീഷും ഒക്കെ അവരുടെ ഒരു പ്രൊഡക്റ്റ്, അവരുടെ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ഇ കൊമേഴ്സ് മേഖലയിലേക്ക് കടന്നു വരികയും അത് ഇതിലൂടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫ്ലറിഷ് ആവാനും ഇടവരുത്തിയിട്ടുണ്ട്. ആ ഒരു എക്സാമ്പിളിലൂടെ എങ്ങനെയാണ് ഇതിന്റെ ആ സമയത്തെ അവരുടെ ഒരു ഗ്രോത്തിനെ താങ്കൾ നോക്കി കാണുന്നത്? കോവിഡ് സമയത്ത് പലരും അവരുടെ റെഗുലർ ബിസിനസ് ചാനലിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം കൊണ്ടാണ് ഇ കൊമേഴ്സിലേക്ക് എടുത്തുചാടാൻ ഉള്ള കാരണം ഉണ്ടായത്. സൊല്യൂഷൻ ഗീതിനെ സംബന്ധിച്ചോളം അവർക്ക് എക്സലന്റ് പ്രൊഡക്റ്റ്, അവരുടെ പ്രൊഡക്റ്റ് റേഞ്ച് വളരെ നല്ല യുണീക്ക് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. അവരുടെ അടുത്ത് നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ട്, പക്ഷേ ഇത് കൺസ്യൂമറിന്റെ അടുത്ത് എത്തിക്കാനുള്ള വാതിലടഞ്ഞു കോവിഡ് വന്നപ്പോൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് സാധനം എത്തിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഉണ്ടായിട്ട് സാധനം വെച്ചിരിക്കുന്നത് കടകളിൽ എത്തിക്കാൻ പറ്റില്ല. പുതിയ ബ്രാൻഡ് ആയതുകൊണ്ട് കടക്കാർ എടുക്കാനുള്ള മടിയുണ്ടായിരുന്നു. അങ്ങനെയാണ് അവർ ആമസോണിനെ കുറിച്ചും മൊത്തം ഇ കൊമേഴ്സിനെ കുറിച്ചിട്ടും ആലോചിക്കുന്നത്. തുടങ്ങിയപ്പോൾ അവരുടെ പ്രശ്നം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ A+ ലിസ്റ്റിംഗ്, ബ്രാൻഡിങ് അതിനെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. എപ്പോഴും സാധാരണ ലിസ്റ്റിംഗ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരുടെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുമയുള്ളൊരു കൺസെപ്റ്റാണ്. എന്താണ് സാധനം എന്നുള്ളത് ആൾക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കണം. ഒരു കടയിലാണെങ്കിൽ ഒരു പ്രൊമോട്ടറിൽ നിന്ന് പറഞ്ഞ് മനസ്സിലാക്കും. ടി വിയിൽ അഡ്വർടൈസ്മെൻറ്റ്സ് കാണിക്കാൻ പറ്റും. അവരെ സംബന്ധിച്ചിടത്തോളം ടി വി അഡ്വർടൈസ്മെൻറ്റ് കുറച്ച് ഹൈ കോസ്റ്റ് ആയതുകൊണ്ട് അവർ ആ ഭാഗത്തേക്ക് പോയിട്ടില്ല. അങ്ങനെയാണ് ഇ കൊമേഴ്സിനെ അവർ എടുക്കുന്നത്. അവർക്ക് വേണ്ടി നമ്മൾ ആദ്യം ബ്രാൻഡ് രജിസ്ട്രേഷൻ ചെയ്ത് ആ ബ്രാൻഡിൽ കഥ പറയാൻ പറ്റും. ആ പ്രൊഡക്റ്റിനെ കുറിച്ച് ഇപ്പോഴും ആമസോണിൽ അവരുടെ ലിസ്റ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ അത് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അവരുടെ ആ കുർക്കുമിയിൽ എന്നുള്ള പ്രൊഡക്റ്റിൽ എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളത്, അത് എന്തുകൊണ്ടാണ് ഒരു പെർഫെക്റ്റ് ഡ്രിങ്ക് ആവുന്നത്, മാറ്റാൻ പറ്റുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കതിൽ പറയാൻ പറ്റി. സോ നാച്ചുറലി അവർക്ക് പുതിയൊരു കൺസ്യൂമർ ബേസ് ഓപ്പൺ ആയി. അടുത്തൊരു പ്രശ്നം ഫുഡ് പ്രൊഡക്റ്റ് ആയ കാരണം കൊണ്ട് എല്ലാ സ്ഥലത്തും വെക്കാൻ പറ്റില്ല. ആമസോൺ ഈസ് സൊല്യൂഷൻ ഫോർ ദാറ്റ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലൈസൻസും കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അവരുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് അവരുടെ ഫാക്ടറി അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലത്ത് വന്ന് ആമസോണിന് പിക്ക് ചെയ്യാനുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനെ അന്ന് ഞങ്ങളുടെ ഓപ്പറേഷൻ സൈഡിൽ നിന്ന് നമ്മൾ ഹെൽപ്പ് ചെയ്യാണ് ചെയ്തത്. അവരുടെ പ്രശ്നത്തിനെ സോൾവ് ചെയ്തു. അവരുടെ പ്രൊഡക്റ്റിനെ നമുക്ക് കൂടുതൽ ആൾക്കാരോട് പറയാനും പറ്റി. അവരുടെ പെർഫെക്റ്റ് എക്സാമ്പിളാണ്. അവർ ആമസോണിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്സ് മാത്രമല്ല, അവർ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് കൂടിയും അതിൻ്റെ കൂടെ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ കൂടി ആമസോണിലും ഫ്ലിപ്കാർട്ടിലും പ്രൊഡക്റ്റ് ഉണ്ടെന്ന് പറയുകയും അവിടേക്ക് സെയിൽസ് കൊണ്ടുവരും. അടുത്ത അവരുടെ പ്രശ്നം പാക്കേജിംഗ് ഒരു വലിയ പ്രശ്നമായിരുന്നു. അവരുടെ കുപ്പി ഗ്ലാസ്സുകളാണ് വരുന്നത്, ഡാമേജുകൾ വരുമായിരുന്നു. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷൻ ഞങ്ങൾ കൂടി ഇരുന്ന് കണ്ടുപിടിച്ച് പാക്ക് ചെയ്ത് ഡാമേജസിനെ ഓൾമോസ്റ്റ് 99% ഇല്ലാതാക്കി. എനിക്ക് തോന്നുന്നു ഇപ്പം ഒരു 100 ബോട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു ബോട്ടിൽ എങ്ങാനും എന്തെങ്കിലും കാരണവശാൽ പൊട്ടിയിട്ട് വരിക എന്നല്ലാതെ, എടുക്കുന്ന സമയത്ത് ആദ്യത്തെ പ്രശ്നം അതായിരുന്നു. റിവ്യൂസിൽ പ്രൊഡക്റ്റ് നല്ല പ്രൊഡക്റ്റാണ്, പക്ഷേ എനിക്ക് ഇവിടെ എത്തിയപ്പോഴേക്കും പൊട്ടിയിട്ടാണ് വന്നത്. അങ്ങനത്തെ റിവ്യൂസും കാര്യങ്ങളായിരുന്നു. അതേ ആൾക്കാർ തന്നെ രണ്ടാമതും അവർക്ക് പോസിറ്റീവ്, അത് അവരുടെ പ്രൊഡക്റ്റിൻ്റെ ഗുണമാണ്. അത് പറയാൻ പറ്റി എന്നുള്ളതാണ് ആമസോണിൻ്റെ കൊണ്ട് തന്നെ നമുക്കുണ്ടായ ഗുണം. കൺസെപ്റ്റ് ഉള്ള ഒരു പ്രൊഡക്റ്റ് വളരെ സക്സസ്ഫുള്ളായിട്ട് ഈ കോവിഡ് കാലത്ത് അവരെ സസ്റ്റെയിൻ ചെയ്ത് പോകാനും അത് ആമസോണും ഇതും അവരെ സംബന്ധിച്ചോളം ആ ബ്രാൻഡ് ഓഫ്ലൈനും ഓൺലൈനും നന്നായിട്ട് പോകുന്നുണ്ട്. വിഷ് ദം ഓൾ ദി ബെസ്റ്റ് ഫോർ ദെയർ ഫ്യൂച്ചർ ഓൾസോ.